ഹായ്, ഹലോ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും കൽക്കണ്ടം സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്ക് ഒരു പുത്തൻ കഥ കേൾക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ പേരെന്താണെന്നറിയാമോ? യോഗ്യതയുടെ അളവുകൾ. അപ്പോൾ ഒരു കാര്യം കൂടി, കഥയുടെ അവസാനം ആൻറ്റിക്ക് പറ്റിയ ഒരു അമളിക്കഥ പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ അബദ്ധമൊന്നും പറ്റരുത്. അപ്പോൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കഥ കേൾക്കാം. കഥയുടെ പേര് യോഗ്യതയുടെ അളവുകൾ. അപ്പോൾ കഥ പറയട്ടെ. കഥ പറയാൻ പോവാണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഒരു കാട്ടിൽ നല്ല ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ മൃഗങ്ങളുടെയൊക്കെ നല്ല ഒരു രാജാവ്. ആരാണ് മൃഗങ്ങളുടെ രാജാവ്? സിംഹമാണ്. ഇദ്ദേഹമായിരുന്നു അവിടുത്തെ ഭരണാധികാരി. ഇദ്ദേഹം ശക്തനും നീതിമാനുമായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ പ്രജകൾക്കൊക്കെ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ സിംഹത്തിന്റെ ഭരണത്തിൽ ഒരാൾക്ക് നല്ല കുശുമ്പുണ്ടായിരുന്നു. ആർക്കാന്നറിയാമോ? ഇദ്ദേഹത്തിന്. ഇതാരാന്നറിയാമോ? ഒരു പുള്ളിപ്പുലി. ഈ പുള്ളിപ്പുലിക്കില്ലേ ഭയങ്കര കുശുമ്പായിരുന്നു സിംഹത്തിന്റെ ഭരണത്തിൽ. അപ്പൊ ഈ പുള്ളിപ്പുലി എന്താ സ്വയം വിചാരിച്ചതെന്നറിയാമോ? ഇദ്ദേഹം നല്ല സുന്ദരനാണ്. ഇദ്ദേഹത്തിന്റെ പുള്ളിയുള്ള ശരീരം കണ്ടില്ലേ? അപ്പൊ ഈ ശരീരമുള്ള ഈ തന്റെ ഇത്രയും സുന്ദരനായ തന്നെ വേണം അവിടത്തെ രാജാവാക്കാൻ. അല്ലാണ്ട് സിംഹത്തിനെ ഒന്നും രാജാവാക്കാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പുള്ളിപ്പുലി എന്ത് ചെയ്യുമെന്നറിയോ? എല്ലാ മൃഗങ്ങളോടും പോയിട്ട് ഇങ്ങനെ പറയും, ഈ സിംഹത്തിനെ എന്തിനാ രാജാവാക്കി വെച്ചിരിക്കുന്നത്? ഈ സിംഹത്തിന് എന്ത് യോഗ്യതയാ ഉള്ളത്? ദേ എന്റെ ശരീരത്തേട്ട് നോക്കൂ, എന്ത് ഭംഗിയുള്ള പുള്ളികളാ, ഇത് വല്ല ആ സിംഹത്തിനുണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ ഇത് കേട്ടിട്ടില്ലേ എല്ലാ മൃഗങ്ങളും ഉള്ളിൽ ചിരിക്കും. അവരൊന്നും പ്രതികരിക്കില്ല. പക്ഷേ ഒരാള് പ്രതികരിച്ചു. ആരാന്നറിയാമോ? ഈ കുഞ്ഞിക്കുറുക്കൻ. കുറുക്കൻ പുള്ളിപ്പുലിയോട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഒരാളുടെ യോഗ്യത അളക്കുന്നത് അയാളുടെ അഴകും അലങ്കാരവും കണ്ടിട്ടല്ല, മറിച്ച് ഉള്ളിലെ കഴിവും ഗുണങ്ങളും അനുസരിച്ചിട്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് രാജാവാകാൻ? അല്ലെങ്കിൽ തന്നെ നിന്നെ നമ്മുടെ സിംഹരാജാവുമായി താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടില്ലേ പുള്ളിപ്പുലി നാണിച്ചു തല താഴ്ത്തിപ്പോയി. പിന്നീടില്ലേ പുള്ളിപ്പുലി ആരോടും ഞാൻ അഴകുള്ളവനാണ്, എനിക്ക് രാജാവാകണം എന്നു പറഞ്ഞു നടന്നില്ല. കഥ ഇഷ്ടമായോ? കുറുക്കൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ഒരാളുടെ അഴകും അലങ്കാരവും കണ്ടിട്ടാണോ അവരുടെ യോഗ്യത നിശ്ചയിക്കേണ്ടത്? ഒരിക്കലുമല്ല. അതിനു പകരം നമ്മൾ അവരുടെ കഴിവും ഗുണങ്ങളുമൊക്കെ കണ്ടിട്ട് വേണം അവരുടെ യോഗ്യത മനസ്സിലാക്കാൻ. അപ്പം എന്താന്ന് വെച്ചാലേ, നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഭംഗിയുണ്ട് അതുകൊണ്ട് അവർ കഴിവുള്ളവരാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. അതുപോലെ തന്നെ കുറച്ച് ഭംഗിയില്ല, അവർക്ക് കഴിവില്ല എന്നും വിചാരിക്കരുത്. അപ്പോൾ ആൻറ്റിക്ക് പറ്റിയ ഒരു കഥയല്ല, ഒരു അബദ്ധം കൂടി പറയാം. അതായത് ആൻറ്റിയിലെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? കാണാൻ ഭംഗിയുള്ള കൂട്ടുകാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ആൻറ്റി വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഭംഗിയുള്ള കൂട്ടുകാരായിരിക്കും നന്നായി പഠിക്കുന്നതും അവരായിരിക്കും നല്ല കഴിവുള്ളവരും എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല. വലുതായപ്പോൾ അതൊക്കെ മാറി. അത് പണ്ട് വിചാരിച്ചിരുന്ന ഒരു ചെറിയ അബദ്ധമാണ്. അപ്പോൾ കൂട്ടുകാരും അങ്ങനെ തന്നെ, അതായത് കഥ കേട്ടിരിക്കുന്ന കൂട്ടുകാരും അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഭംഗിയുള്ള ഫ്രണ്ട്സിനെ മതി എന്നൊന്നും വിചാരിക്കരുത്. ഓരോരുത്തരെ കഴിവും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ അംഗീകരിക്കാൻ. അല്ലാണ്ട് പുറമേ ഉള്ള ഭംഗി കണ്ടിട്ട് വേണ്ട കേട്ടോ. ശരി, അടുത്ത കഥയുമായി വീണ്ടും കാണാം.